അപ്പൊ ഗൈസ് നമ്മളിവിടെ ഗ്ലോബൽ വില്ലേജിൽ എത്തിയിരിക്കുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ ഇതേ ഒരു സ്ഥലത്തേക്ക് പോവാണ്. എങ്ങോട്ടാണെന്ന് അറിയൂ? ദുബായിൽ ഗ്ലോബൽ വില്ലേജ് കാണാനായിട്ട്. അപ്പൊ ദാ വൈഷ്ണന്റെ ഫ്രണ്ട് അർജുന്റെ കൂടെയാണ് പോണത്. നമുക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല, കാരണം ഇവിടുത്തെ നിയമൊക്കെ അറിയാലോ. ഫോണിൽ നോക്കിയിരുന്നത് ശരിയാവില്ല. ഇതെടുക്കട്ടെ, കാണാൻ നല്ല ഭംഗി. ഇതെന്താ ഇതിന്റെ ഉള്ളിൽ? വെയിലിന്റെ അല്ലാണ്ട് നിന്നെ നിറന്നല്ല. അവിടെ ചെന്നിട്ട് മാക്സിമം അവിടെ എല്ലായിടത്തും എക്സ്പ്ലോർ ചെയ്യാൻ നോക്കണം. അപ്പൊ നമുക്കിനി ഗ്ലോബൽ വില്ലേജ് കാണാം. പക്ഷെ റാശു ഉണ്ടല്ലോ, ഭയങ്കര അലമ്പായിട്ടിരിക്കാം. റാഷുവിന് 2 അടിയുടെ കുറവുണ്ട്. അതെ, അടി വേണ ആൽബർട്ട് നിർത്തിനാ നോക്കണേ. ആരാ വിളിക്കുന്നേ? കാപ്പം വിളിക്കണ്ട. അലസൈലടാ. രാശോ, ഹായ്. മതി 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 മതി. പോവാ, നമുക്ക് പോണ്ടേ? പോണ്ടേ? പോണം. അർജുനേട്ടത് ഏതൊക്കെ ഇപ്പൊ നമ്മൾ അവിടേക്കാണ് പോണല്ല. അപ്പൊ ഗൈസ് നമ്മളിവിടെ ഗ്ലോബൽ വില്ലേജിൽ എത്തിയിരിക്കുന്നു. ഈ കണ്ടോ, നമ്മളിപ്പോ എവിടെയാണ്? സംഭവം വലിയൊരു കൊട്ടാരം പോലെ ഉണ്ടല്ലേ. കണ്ടോ കണ്ടോ കണ്ടോ, ഇവിടെ ഒരാളുണ്ടല്ലോ. കളർ പച്ചയായിരുന്നില്ല, പിന്നെ ചോപ്പ്, ഇപ്പത്തെ പിങ്ക്. കളറുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതേ ഭക്ഷണമൊക്കെ പോയിട്ട് ടിക്കറ്റ് എടുക്കണേ. ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇത് ബേബീസിന് വേറെ സ്പെഷ്യൽ ടിക്കറ്റ് ഒക്കെ ഉണ്ട്. ഈ ഗ്ലോബൽ വില്ലേജ് മെയിനായിട്ട് കാണാൻ പറ്റുന്നത് വെച്ചാൽ 75 മോർ ദാൻ 75 കൺട്രീസിൻ്റെ കൾച്ചേഴ്സാണ് അവിടെ കാണാൻ പറ്റണത്. ആൻഡ് ഓൾസോ ഞാൻ അത്യാവശ്യം നന്നായിട്ട് എക്സൈറ്റഡ് ആണ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. മുന്നേ തൊട്ട് പറഞ്ഞും പിന്നെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എപ്പോഴെങ്കിലും ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ പറ്റി. ഇത് എപ്പോഴും ദുബായിലില്ല കേട്ടോ. ഇതിൻ്റെ ഒരു പീരിയഡ് എന്ന് പറയുന്നത് ഒക്ടോബർ ടു ഏപ്രിൽ മെയ് ആ ഒരു ടൈമിംഗ് ആണ്. എന്നുവെച്ചാൽ തണുപ്പ് ഉള്ള സമയത്താണ് ഉണ്ടാകുന്നത്. ചൂടുകാലം തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്ലോബൽ വില്ലേജ് ക്ലോസ് ചെയ്യും. ഓപ്പൺ ചെയ്യുന്നത് ഒക്ടോബർ തൊട്ടാണ്. ഫസ്റ്റ് തന്നെ കയറിയത് തുർക്കിയാണ് ഫസ്റ്റ് തന്നെ എൻട്രൻസിൽ തന്നെ ഫസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. അതെ, അപ്പം ഞങ്ങൾ ഫസ്റ്റ് തന്നെ തുർക്കിയിലാണ് കയറിയത്. അവര് പല പ്രോഗ്രാം അങ്ങോട്ട് പോയത്. ഷോപ്പുകളുണ്ട്. പാർക്കാണല്ലോ വണ്ടരം. ഇതിങ്ങനെയൊന്നല്ലടാ ശരിക്കും. ഞങ്ങള് ഭയങ്കര സെറ്റപ്പാണ്. അതെ, വീഡിയോ എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. കാലാവസ്ഥയുടെ ആണോ ഇനി
തുർക്കിയിൽ മെയിൻ ആയിട്ടുള്ളത് ഫുഡ് ഐറ്റംസ് ആട്ടോ. പലതരം ഫുഡ് ഐറ്റംസുകൾ കണ്ടു. പിന്നെ ഇത് നല്ല ഹോം ഡെക്കേഴ്സ്, നല്ല സെറാമിക്കിൻ്റെ ഒക്കെ പ്ലേറ്റ്സ്, ജഗ്, ഗ്ലാസ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടാ. Next, Pakistan, guys. പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതലുള്ളത് ഡ്രസ് മെറ്റീരിയൽസ് ആട്ടാ. പലതരത്തിലുള്ള ഡ്രസ് മെറ്റീരിയൽസ് ഉണ്ട്. പിന്നെ അബായാസ്, അതൊക്കെയാണ് അവിടെ ഏറ്റവും കൂടുതൽ കണ്ടത് കേട്ടോ. അവിടെ നിറച്ച് പാകിസ്ഥാനികളാണ് ഇങ്ങനെ ഈ വിൽക്കാനൊക്കെ ഇരിക്കുന്നത്. പക്ഷെ എന്നെ കണ്ടിട്ട് മലയാളിയാണെന്ന് തിരിച്ചറിഞ്ഞ് അവർ മലയാളത്തിലൊക്കെ ഒരു നെയ്റ്റ് വാങ്ങും സിസ്റ്റർ എങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, മലയാളമൊക്കെ പറയണ്ടായിരുന്നു. അത് നോക്കണ്ട, അതിന് കൊടുത്തു നോക്കിടാ. ചൂടുണ്ടാ ഫുള്ളെടുക്കാള് ഉപയോഗിക്കാൻ പറ്റിയ തേനൂലിക്കുന്നു. ഉണ്ണി പന്തേ മുക്കി തിന്നണ പോലെ ഉണ്ട്. രസന്നാ വലിയ കഷ്ണം കേട്ടാ. ഫുഡ് ഐറ്റംസ് ആണ്, പല ടൈപ്പ് സാധനങ്ങളുണ്ട് ഫുഡ് ഐറ്റംസ്. വാ
അത് പിടിക്കാൻ പറ്റില്ല അല്ലേ? എനിക്ക് ഭയങ്കര ഇതാട്ടാ ക്യാമറയിൽ എടുത്ത ഷോട്ട്. സത്യം പറഞ്ഞു എനിക്ക് പിടിച്ചുകൊണ്ട് നടക്കാനായിട്ട് എന്തോ ഒരു നാണക്കേടാണ്. എന്തെന്ന സംഭവം വരണമെന്ന് അറിയണ്ടായിരുന്നില്ല. ആൾക്കാരൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അത് അധികം നേരമൊന്നും പിടിച്ചില്ല. ഞങ്ങളത് വീണ്ടും തിരിച്ച് അതേപടി ബാഗിൽ തന്നെ എടുത്തു വെച്ച്. ഇത് ഇവിടുത്തെ സ്റ്റേജാട്ടാ. ഈ സ്റ്റേജിൽ എപ്പോഴും ഓരോ പ്രോഗ്രാമുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ പ്രോഗ്രാംസ് ഒന്നും ഇല്ല. ഇനി പെരുന്നാളിനാണ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ഡാൻസ്, അങ്ങനെ പല രാജ്യങ്ങളുടെ പല മോഡൽ, അങ്ങനെ കുറേ പരിപാടികൾ ഉണ്ടാവാറുണ്ട്. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് അമേരിക്ക, യൂറോപ്പ്, റഷ്യ, ആഫ്രിക്ക, പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചൈനയുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലും ഓരോ തരത്തിലുള്ള റൈഡുകളാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് കുട്ടികളെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം ഞാൻ അവരോട് പൊക്കോളാൻ പറഞ്ഞു. പക്ഷെ വൈശും അർജുനും എന്ത് ചെയ്താൽ പോയൊന്നുമില്ല. ഇതൊരു ഒന്നൊന്നര റൈഡാണ് ഗൈസ്. എൻ്റെ പൊന്നി, ഇതിൽ കയറിയിരിക്കുന്ന ആൾക്കാരെ സമ്മതിച്ച് കൊടുക്കാണ്ട് പറ്റൂല. അവിടെ കയറിയിരിക്കുന്നതിനേക്കാളും നമ്മൾ ആ കാഴ്ചക്കാർക്കായിരുന്നു കൂടുതലൊരു ആകാംക്ഷയും എന്തോ എന്ന് വെച്ചാൽ കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ നമുക്ക് തന്നെ ഒരു പേടി തോന്നുമായിരുന്നു. ഇത് കണ്ടിട്ട് ഞാൻ വൈഷ്ണവോട് ചോദിച്ചു, വൈഷ്ണവ് നമുക്ക് കയറിയല്ലെന്ന്. പക്ഷെ വൈഷ്ണവ് അതിലും പേടി. എനിക്ക് കുറച്ച് പേടി എന്നിട്ടെന്ന് വെച്ചാൽ ഈ മേലേക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് പോലെ അറ്റാക്ക് എങ്ങാനും വന്ന് ചത്താലോ എന്നുള്ള പേടിയായിരുന്നു. അവിടെ നിറയെ പേര് ഇതിൽ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടിക്കറ്റ് എടുത്ത് ക്യൂ ആയിട്ട് നിൽക്കണ്ടായിരുന്നു. ഞാൻ ആലോചിക്കും ഇവർക്കൊന്നും ടെൻഷനോ ഒരു പേടി ഒന്നുമില്ല. ഇന്ത്യയിലേക്ക് ഓടി പോകാന്ന് പറയും. ഞങ്ങൾ ഇന്ത്യയിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് നമ്മൾ ഇന്ത്യക്ക് പോണ കേസ് ഇന്ത്യ, നമ്മുടെ സ്വന്തം ഇന്ത്യ. കാണുന്നില്ല. ഇതുവരെ എല്ലായിടത്തും ബർഗറും പിസ്സയൊക്കെ കണ്ടെന്ന് വെച്ചാൽ അതാ നമ്മളുടെ ഈ പാനിപ്പൂരിയും ചായയും സമൂസയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇതാണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യയിലും പ്രത്യേകിച്ചൊന്നുമില്ല. അതാത് ഡാപ്സിയുടെ പടമാണോ വരച്ചു വെച്ചാണേ? അല്ലേ എന്റെ പടം ഒന്നും വരയ്ക്കണ്ട. 1 മണിക്കൂർ അവിടെ ഇരിക്കേണ്ടി വരും. അതാ തിളങ്ങുന്നു ബാഗുകൾ. അതെ നമ്മുടെ ബുദ്ധനും ഗണപതിയും ദേവിയൊക്കെ ഇരിക്കുന്നതാണ്. അതാ മൺപാത്രങ്ങൾ. ഇതൊക്കെ 10
ദറം. നമ്മളവിടെ 20 രൂപ കമ്മലാണ്. ഇതെന്താ പൈസ? 10 ദറം വെച്ചാ 2. നമുക്കവിടെ 20-30 രൂപയ്ക്കൊക്കെ കിട്ടും. പകരം റാഫിന്റെ ഡാൻസ്. കുറച്ച് പിന്നിക്ക് ഇറക്കി കൈ വിടുന്നില്ല. ഹൈറ്റ് അല്ലേ? എടുത്തോ. ഇവിടെ നിന്ന് അങ്ങോട്ട് മുഴുവൻ ഗെയിംസിൻ്റെ റൈഡുകളുടെയും സെക്ഷനാട്ടാ. ഒരു സെക്ഷൻ ഫുൾ ഇങ്ങനെ കിഡ്സിൻ്റെ ഏരിയ ആണ്. ഇതെല്ലാം ഫുഡ് കോർട്ടുകളാണ് കേട്ടോ.
നല്ല സ്പൈസി ആയിട്ടുള്ള ഫുഡുകളും പിന്നെ ജ്യൂസസ് അങ്ങനെ എല്ലാം ഉണ്ട് അവിടെ സിറ്റിംഗ് ഒന്നുമില്ല, നിന്ന് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടും ഒക്കെ സൈഡിലുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചൈനീസോ ജപ്പാനീസോ അങ്ങനെ ഏതാണ്ടൊക്കെ തരം ആൾക്കാരുടെ ആയിരുന്നു ഫുഡ്. കാരണം എനിക്ക് ഇവരൊന്നും കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരേപോലൊക്കെ തന്നെ ഇരിക്കണം തോന്നിയത്. അപ്പോൾ അവരുടെയൊക്കെ ടൈപ്പ് ഫുഡുകളായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. നീ എൻ്റെ അടുത്ത് കൊണ്ട് നിർത്തണ പോലെ കാണിക്കും വീഡിയോ. അങ്ങനെ ഗ്ലോബൽ വില്ലേജിലെ വെടിക്കെട്ടൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ ബഹ്റിനിലും കൂടി ലാസ്റ്റ് കയറി. അവിടെ കൂടുതലും ഈ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. നമ്മൾ വേറെയും കൺട്രീസിൻ്റെ ഇതിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചൊന്നും പോയില്ല, കാരണം എല്ലായിടത്തും ഈ സെയിം സാധനങ്ങൾ തന്നെയാണ് ഉള്ളത്. ഈ ഡ്രസ്സുകൾ, അവരുടേതായിട്ടുള്ള ഫുഡുകൾ, ഓരോ കൺട്രീസിൻ്റെയും ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഏകദേശം സെയിമൊക്കെ ആയതുകൊണ്ട് പിന്നെ കുറച്ചൊന്നും കയറാണ്ട് ഞങ്ങൾ വേഗം ഇറങ്ങി അവിടെ നിന്ന്. ഗ്ലോബൽ വില്ലേജ് മെയിനായിട്ട് ഈ ഷോപ്പിങ്ങിനൊക്കെ ഉദ്ദേശിച്ച് വരുന്നവർക്ക് അടിപൊളിയാണ്. നമ്മൾ അവിടെ നിന്ന് അങ്ങനെ പ്രത്യേകിച്ചൊന്നും വാങ്ങുന്നില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയതേ ഇങ്ങനെ ബസ്സിലും അവിടെ ഇവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വേഗം പോകുന്നു കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഗ്ലോബൽ വില്ലേജിനോട് ബൈ ബൈ പറഞ്ഞു തിരിച്ചു പോവുകയാണ്. പകുതി സ്ഥലത്തും കയറിയില്ല, കാരണം എല്ലായിടത്തും ഒരേ സംഭവം തന്നെയുള്ളൂ. എല്ലായിടത്തും കുറേ ഡ്രസ്സ് ഉണ്ട്, കുറേ ജ്വല്ലറി ഉണ്ട്, കുറേ തിന്നാനുണ്ട്, കുറേ പെർഫ്യൂംസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവാണ്. വേറെ എന്തുണ്ട് അവിടെയൊക്കെ? അല്ല രസിച്ചത് വേറെ എന്തുണ്ട് അവിടെ? അപ്പം അതുകൊണ്ട് ഞങ്ങൾ പോവാം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഷാർജയിൽ എത്തിയിട്ട് അവിടെ ഷാർജയിൽ തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ഫുഡ് അടിക്കാനായിട്ട് കയറി. അവിടെ നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ. ഓപ്പൺ ആയിട്ടായിരുന്നു ഫുഡിൻ്റെ ടേബിളൊക്കെ ഇട്ടുണ്ടായിരുന്നു. ടൈം ഏകദേശം ഒരു 12:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല തണുത്ത കാറ്റൊക്കെ ആയി. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നേരെ ഞങ്ങൾ റൂമിലോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്ലോബൽ വില്ലേജ് എല്ലാം കണ്ട് തിരിച്ചെത്തി. സമയം 1 മണി. അവിടെ നിന്ന് ഇറങ്ങി നമ്മളൊരു 10:30 അവിടെ നിന്ന് ഇറങ്ങി. പക്ഷെ ഇവിടെ എത്തി ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ റൂമിലേക്ക് എത്തിയപ്പോൾ 1 o'clock ആയിട്ടുണ്ട്. എൻ്റെ എന്താ ഗ്ലോബൽ വില്ലേജിനെ പറ്റി പറയാന്ന് വെച്ചാൽ എല്ലായിടത്തും ഏറെക്കുറെ ഒരേ സംഭവങ്ങളൊക്കെ തന്നെയാണ്. ആ ഓരോ കൺട്രീസിൻ്റെയും ബേസ്ഡായിട്ട് അവരുടെ കൾച്ചറിലുള്ള ഡ്രസ്സുകൾ, അതുപോലെ ജ്വല്ലറികൾ, ഫുഡ് ഐറ്റംസ്, അങ്ങനെ അങ്ങനെ ഓരോ സംഭവങ്ങളാണ്. പകുതിയൊന്നും കയറിയില്ല, കാരണം എന്തെന്നാണ് എല്ലായിടത്തും ഇതൊക്കെ തന്നെ അവരുടേത്. അപ്പോൾ വേണ്ട കയറണ്ടടാ പൈസ നോക്കിയേ. ഒരു പുസ്തകം കളിക്കാൻ കൊടുത്തത് അതങ്ങോട്ട് കീറി 2 കഷ്ണം. നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെ? ഗ്ലോബൽ വില്ലേജ്. അപ്പോൾ അവിടെ അങ്ങനെ സംഭവം നൈസുണ്ടാവും. എന്താ പറയുക, കുറേ ഉണ്ട്, നടന്ന് വയ്യാണ്ടാവും. എന്നുവെച്ചാൽ കാണാനായിട്ട് വയ്യ, അതൊരു കാര്യമാണ്. എല്ലായിടത്തും ഇങ്ങനെ ഇങ്ങനെ സ്പെഷ്യൽ ഉള്ളൂ എന്നാണെങ്കിലും മിണ്ടാണ്ടക്ക് കാണാനിതുള്ളെങ്കിലും എന്താ നമുക്ക് വയ്യാണ്ടാവും. എന്തോരെന്ന് കരുതിയാ ഇങ്ങനെ നടക്കുക അതന്നെ. പിന്നെ കുറേ ഫുഡ് കോർട്ടുകളാണ്. കുറേന്ന് വെച്ചാൽ കുറേ മീൻസ് എല്ലായിടത്തും ഈ മതിൽ പോലെ ഇങ്ങനെ ഫുഡ് കോർട്ടുകളാണ് ഇങ്ങനെ പോണത്. പിന്നെ ഏറ്റവും നന്നായിട്ട് ഇവിടെ ഇപ്പൊ ഈ പോക്ക് എൻജോയ് ചെയ്തത് ഈ പോക്ക് ഫുൾ എൻജോയ് ചെയ്തത് വേറെ ആരല്ല കേട്ടോ, റാഷാണ്. റാഷ് ഇതുവരെ ഇല്ലാത്തൊരു എനർജി ആയിരുന്നു അവൾക്ക്. ഭയങ്കര സന്തോഷമായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ പാരൻസ് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇവളെ ഓരോരുത്തരും കാണുമ്പോൾ ഒക്കെ ഇങ്ങനെ നോക്കണം. ഓ സോ ക്യൂട്ട്, ഓ ഷീസ് സോ ക്യൂട്ട്, ബ്യൂട്ടിഫുൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ പോകണം. ഞങ്ങൾ നമ്മുടെ കൊച്ചിനെ അപേക്ഷ അങ്ങനെ ഒരു മൈൻഡായിരുന്നു. നമുക്കറിയാലോ ഇവിടത്തെ ഒക്കെ പിള്ളേരുകളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ നോക്കും, നല്ല നീലക്കണ്ണും പച്ചക്കണ്ണും തുണ്ട കൊച്ചുങ്ങളൊക്കെ. അതിൻ്റെ ഇടയിൽ ഇവള് നിന്ന് കളിക്കണൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വേറെ ഇംഗ്ലീഷ്കാരൊക്കെ ഉണ്ടല്ലോ, അവര് ഏതൊക്കെയോ നാട്ടുകാര് നമുക്കറിയില്ല, മറ്റേ തായ്ലാൻഡിത്തെ ചൈനക്കാര്, അങ്ങനെ ഏതാണ്ടൊക്കെ ആൾക്കാരൊക്കെ എവിടെ ചെന്നാലേ ഭയങ്കരമായിട്ട് നോക്കൊക്കെ ചെയ്യണേ. ഇവള് ഭയങ്കര ചിരിയായിരുന്നു. ഇവള് ഞങ്ങളുടെ കയ്യിലിരിക്കണേക്കാളും കൂടുതൽ ഇവൾക്ക് ഇറങ്ങി നടക്കാൻ നോക്കായിരുന്നു. അത് ഞങ്ങൾ കൈ പിടിച്ചതന്നെ. പിന്നെ നിന്ന്
ഒരു സ്ഥലത്ത് തന്നെ നിന്ന് ചിരിക്കുക, ഓരോ ആക്ഷൻ കാട്ടാ. പിന്നെ ഇവളുടെ സൗണ്ട് അങ്ങോട്ട് എടുക്കണമായിരുന്നു. അപ്പം അതൊക്കെ കണ്ടിട്ട് ആൾക്കാരൊക്കെ നോക്കി പോവായിരുന്നു. നോക്കണ ഓരോന്നൊക്കെ പറഞ്ഞൊക്കെ വേണം. അപ്പം ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെ ദേ ഈ കൊച്ചിന് അപ്പോൾ അങ്ങനെ എന്തായാലും ഹട്ടെ 1 മണി കഴിഞ്ഞു. നാളെ വിഷ്ണു ജോലിക്ക് പോകേണ്ടതാണ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. ഒരു ബൈ ബൈ പറഞ്ഞേ. ബൈ ടാറ്റ പറഞ്ഞേ. ടാറ്റ പറയൂ. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.